ഹായ് ഓൾ, നന്നൂസ് ക്രിയേഷൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇന്ന് നമ്മുടെ വീഡിയോ കാറ്റർപില്ലറാണ്. അപ്പോൾ കാറ്റർപില്ലർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കാറ്റർപില്ലർ നമ്മളൊരു ഗ്രീൻ പേപ്പർ എടുക്കാം. അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്യാം, ഹാഫ് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം അതിൽ നമുക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് നല്ല കുറച്ച് ലീഫിൻ്റെ ഹാഫ് വരച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഇതിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് മെല്ലെ തുറന്ന് നോക്കുന്ന ടൈമിൽ ഒരു ലീഫിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടാവും, കറക്റ്റൊരു ലീഫ് പോലെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അത് പെൻസിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു പീസ് എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മറ്റത് ഇതിൻ്റെ ഉള്ളിൽ ചേരണ അതേ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഈ വലുത് ഇതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവണ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ. ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണം. അതിന് ശേഷം നമ്മൾ അവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലീഫിൽ ഒട്ടിച്ചു കൊടുക്കാം. ലീഫിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ നമ്മളത് ഒട്ടിച്ചു കൊടുക്കാം. അത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് എങ്ങനെയാണ് കാറ്റർപില്ലർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കാറ്റർപില്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് പെൻസിലിൻ്റെ അവിടെ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പശ തേച്ച് കുറച്ച് മുറിച്ചതിന് ശേഷം നമ്മളവിടെ ഗമ്മ ഒട്ടിച്ച് കൊടുക്കാം. ശേഷം അത് രണ്ട് സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എടുക്കുന്ന ടൈമിൽ ഒരു കാറ്റർപില്ലറിൻ്റെ അതേപോലെ നമുക്ക് കിട്ടും ഷേപ്പും കാര്യങ്ങളൊക്കെ. അതിനുശേഷം രണ്ട് സൈഡിലും ഐ വരച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും ബ്ലാക്ക് വെച്ചിട്ട് ഐ വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഗ്രീൻ കളറ് വരച്ച് കൊടുക്കാം. അതിൻ്റെ രണ്ട് സൈഡിലും യെല്ലോയും കൂടി കൊടുക്കും. അപ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് വരും. പിന്നെ അതിൻ്റെ സൈഡിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് നമ്മളെ കാറ്റർപില്ലർ ആയിട്ടുണ്ട്. സ്കൂളൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ച ഒരു തണ്ടിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ കാറ്റർപില്ലറിനെ അതിലിങ്ങനെ രണ്ട് സൈഡും കുറച്ചിങ്ങനെ വയറിങ്ങനെ കുറച്ച് പൊന്തി കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളത് ഉണങ്ങി കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ അങ്ങനെ ശരിക്കും കാറ്റർപില്ലർ മൂവ് ചെയ്യണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ കാറ്റർപില്ലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. വളരെ സിമ്പിളാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണേ.